ഹായ് ഓൾ, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഡിസംബർ 2019 യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ് മൊഡ്യൂൾ 6. അതിൽ അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഒരു പ്രോബ്ലമാണ്, 6 മാർക്കിന് ചോദിച്ചിട്ടുള്ളൊരു പ്രോബ്ലമാണ്. റെക്യുപ്പറേഷൻ ടെസ്റ്റിൻ്റെയാണ്. ഡ്യൂറിങ് റെക്യുപ്പറേഷൻ ടെസ്റ്റ് വാട്ടർ ഇൻ ആൻ ഓപ്പൺ വെൽ വാസ് ഡിപ്രസ്ഡ് ബൈ പമ്പിംഗ് ബൈ 3 meter ആൻഡ് ഇറ്റ്സ് റെക്യുപ്പറേറ്റഡ് 2 meter in 75 minutes. Find yield from a well of 4 meter dia under a depression head of 4 meter dia of the well to yield 600 liter per minute under a depression head of 2.5 meter. ഓക്കെ, 6 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ റെക്യുപ്പറേഷൻ ടെസ്റ്റിൽ നമ്മുടെ ഒരു ഓപ്പൺ വെല്ലിൽ നമ്മുടെ പമ്പിങ് നടക്കുമ്പോൾ 3 meter ഉണ്ടായിരുന്നു. അത് റെക്യുപ്പറേറ്റഡ് ചെയ്ത് 2 meter ആയി. 75 മിനിറ്റിൽ അത് 2 meter ആയി. അപ്പോൾ നമുക്കൊരു 4 meter ഡയ ആണെങ്കിൽ ഡിപ്രഷൻ ഹെഡ് 4 meterഉം ഡയമീറ്റർ 4 meter ആണെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഈൽഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ആ ഒരു 600 ലിറ്റർ പെർ മിനിറ്റിലുള്ള ഡിപ്രഷൻ ഹെഡ് 2.5 meter ആണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിതിൽ H1ൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 3 meter. അപ്പം അത് റെക്യുപ്പറേറ്റ് ചെയ്യുന്നത് 2 meter ആണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. റെക്യുപ്പറേറ്റ് ചെയ്യുമ്പോൾ 2 meter ആണ്. അപ്പം H2 എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? H1 മൈനസ് ആ ഒരു ഇത്, അതായത് നമുക്കിവിടെ H1 എന്ന് പറയുന്നത് 3 ആണ്. 3 മൈനസ് റെക്യുപ്പറേറ്റ് ചെയ്യുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 1 എന്ന് കിട്ടും. അതാണ് ഇവിടെ നമുക്ക് H2ൻ്റെ വാല്യൂ ഇവിടെ എന്തെന്ന് കിട്ടിയത്? 1 meter എന്ന് കിട്ടിയത്. ഇവിടെ H1ൻ്റെ ഫുൾ ഓർഡറുള്ള വാല്യൂ എന്ന് പറയുന്നത് 3 meter ആണ്. ഇനി നമുക്ക് T എന്ന് പറയുന്നത് 75 മിനിറ്റിലാണ് തന്നിട്ടുള്ളത്. നമ്മൾ സെക്കൻഡിലോട്ട് മാറ്റുമ്പോൾ 75 × 60 ദാറ്റ് ഈസ് 4506 സെക്കൻഡ് എന്ന് കിട്ടും. ഇനി K/A എന്ന് പറയുന്നതിൻ്റെ ഇക്വേഷൻ log H1/H2 × 2.303/T. നമുക്ക് H1ൻ്റെ വാല്യൂ ഉണ്ട്, H1ൻ്റെ വാല്യൂ ഉണ്ട്, H2ൻ്റെ വാല്യൂ ഉണ്ട്, Tയുടെ വാല്യൂ ഉണ്ട്. ഇതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2.441 × 10⁻⁻⁴ സെക്കൻഡ് ഇൻവേഴ്സ് എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ K/Aയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത്. ഇനി നമുക്ക് ഈൽഡാണ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈൽഡ് എന്ന് പറയുന്നത് Q = K/A of H എന്ന് എഴുതാം നമുക്ക്. അപ്പോൾ ഇതിൽ K/Aയുടെ നമുക്ക് വാല്യൂ കിട്ടി 2.441 × 10⁻⁴. ഓക്കെ ആണല്ലോ. K/Aയുടെ വാല്യൂ നമ്മൾ ഇതിന് മുന്നേ ഇവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതെടുത്ത് ഇവിടെ നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് 2.441 × 10⁻⁴ ഇൻറ്റു ഏരിയ എന്ന് പറയുന്നത് π/4 d² ആണ്. നമ്മൾ ഡിയും 4 ആണ്. ഡയമീറ്ററും നമുക്ക് 4 ആണ് തന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു ഹെഡും നമുക്ക് 4 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? π/4 × 4² × 4. അപ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടും? 0.0122 എന്ന് കിട്ടും ഈൽഡ്. ഇനി നമുക്ക് ഈൽഡ്, അടുത്ത ക്വസ്റ്റ്യനിൽ ഈൽഡ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ ഡയമീറ്റർ എത്രയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Q = K/A × 2π/4 × d² ആണ് നമ്മുടെ ഇക്വേഷൻ. ആ ഒരു ഇക്വേഷനിൽ Qൻ്റെ വാല്യൂവിന് പകരമായി 10 × 10⁻³ ഇട്ട് കൊടുക്കുക. K/Aയുടെ വാല്യൂ വരും 2π4. അതിൽ നമുക്ക് D മാത്രമല്ല അൺനോൺ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് ഡിയുടെ വാല്യൂ സോൾവ് ചെയ്തെടുക്കുക. അപ്പോൾ D = 5.10 meter എന്ന് കിട്ടും. ഓക്കെ, ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത്. May 2019 ചോദിച്ച ഒരു യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യനാണ്. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ ടൈപ്സ് ഓഫ് ട്യൂബ്. അപ്പോൾ നമുക്ക് എന്താണ് ട്യൂബ് വെല്ലിൻ്റെ ടൈപ്സ് എന്ന് നോക്കാം. 8 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്കതെന്താണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ട്യൂബ് വെല്ലിൻ്റെ ടൈപ്സ് നോക്കാം. നമുക്ക് മെയിനായിട്ട് ട്യൂബ് വെല്ല് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ, ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ, സ്ലോട്ടർ ടൈപ്പ് ട്യൂബ് വെൽ, ഇത്രയും ട്യൂബ് വെല്ലാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. അതിൽ നമുക്ക് ആദ്യം എന്താണ് സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ? ഈ ഒരു സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്ത് തരുന്നത്. എന്നാലും നമുക്ക് പെട്ടെന്ന് പോകാം. ഇതെന്ന് പറയുന്നത് ഒരു കോമൺലി ആൻഡ് വാലി യൂസ് ചെയ്യുന്ന ഒരു ട്യൂബ് വെല്ലാണ്. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. അതായത് നമ്മുടെ മെയിൻ വെല്ല് എന്ത് ചെയ്യും? ഒരു കുറച്ച് വയർ മെഷേഴ്സ് റാപ്ഡ് അറൗണ്ട് ചെയ്തിരിക്കും. നമ്മൾ കൺഫൈൻഡ് അക്വിഫറിലാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെയിനറിൽ കുറച്ച് സ്ലോട്ട്സ് അല്ലെങ്കിൽ ഹോൾ ഉണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ മെയിൻ പൈപ്പിൻ്റെ ഓപ്പണിങ്ങിനേക്കാളും സ്മോളർ ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ടോട്ടൽ ഏരിയ ഓഫ് ഓപ്പണിംഗ് എന്ന് പറയുന്നത് നമ്മൾ ഓപ്പണിംഗ് ഓഫ് ദ സ്ട്രെയിനറിന് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ആ ഒരു അക്വിഫറിലെ പോർഷനുള്ള പൈപ്പ് നമ്മൾ പെർഫറേറ്റഡ് ആണ്. ആ ഒരു പൈപ്പ് നമ്മളൊരു പ്ലെയിൻ പൈപ്പ് നമ്മൾ എന്ത് ചെയ്യും? പ്രൊവൈഡ് ചെയ്തിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ബോട്ടത്തിൽ ഒരു പ്ലഗും കൊടുത്തിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള സ്ട്രെയിനർ ടൈപ്പ് ട്യൂബ് വെൽ എന്ന് പറയുന്നത്. അടുത്ത നമുക്ക് രണ്ടാമത്തെ ടൈപ്പാണ് ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ. ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം. ക്യാവിറ്റി ടൈപ്പ് ട്യൂബ് വെൽ എന്ന് പറയുന്നത്
ഇൻ ദിസ് ടൈപ്പ് വാട്ടർ ഡ്രോൺ നോട്ട് ത്രൂ എ സ്ട്രെയിനർ. നമ്മുടെ സ്ട്രെയിനറിൽ കൂടി എന്ത് ചെയ്യില്ല, വാട്ടർ ഡ്രോൺ ചെയ്യൂല. ഇതിൽ കൂടി ആയിരിക്കും ത്രൂ ദ ബോട്ടം ഓഫ് ദ വെൽ. നമ്മുടെ വെല്ലിൻ്റെ ബോട്ടത്തിലായിരിക്കും വാട്ടർ ഡ്രെയിൻ ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഈ വെല്ലെന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ക്ലേയിൽ എന്ത് ചെയ്യും, ഡ്രിവൺ ചെയ്യും. ഒരു സ്ട്രോങ് ക്ലേ ലെയറിൽ നമ്മൾ ഡ്രിവൺ ചെയ്യും. ആ ഒരു ലെയർ ആക്ട് ചെയ്യുന്നത് ഒരു സ്ട്രോങ് റൂഫ് ഓഫ് എ വെല്ലായിട്ടായിരിക്കും അത് ആക്ട് ചെയ്യുന്നത്. നമ്മുടെ വാട്ടർ എപ്പോഴാണോ പമ്പ് ചെയ്യുന്നത്, ആ ഒരു വെല്ലിൽ നിന്ന് നമ്മുടെ വാട്ടർ എപ്പോഴാണോ പമ്പ് ചെയ്യുന്നത്, നമ്മുടെ ഫൈൻ പാർട്ടിക്കിൾസ് വിൽ കം ഔട്ട്. നമ്മുടെ ഫൈൻ പാർട്ടിക്കിൾസ് എല്ലാം എന്ത് ചെയ്യും, പുറത്തോട്ട് വരും. ആൻഡ് സ്മോൾ ക്യാവിറ്റി അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും അല്ലേ. ആ ഫൈൻ പാർട്ടിക്കിൾസിൻ്റെ ആ ഒരു സ്ഥലത്ത് അതെല്ലാം പുറത്ത് വരുമ്പോൾ ആ ഒരു സ്ഥലത്ത് ഒരു ക്യാവിറ്റി എന്ത് ചെയ്യും, ഫോം ചെയ്യും. അപ്പോൾ നമ്മളൊരു സ്റ്റഡി സ്റ്റേറ്റ് എപ്പോഴാണ് റീച്ച് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ക്യാവിറ്റി വിൽ കണ്ടെയ്ൻ സാൻഡ്. ക്യാവിറ്റിയിൽ ഫുൾ സാൻഡ് ആയിരിക്കുമ്പോൾ ആ ഒരു സ്റ്റഡി സ്റ്റേറ്റ് റീച്ച് ചെയ്യും. അത് ഫ്രീ ഫ്രം ഫൈൻ പാർട്ടിക്കിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരു ക്യാവിറ്റി നമുക്ക് അവിടെ എന്ത് ചെയ്യും, ഫോം ചെയ്യും. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ക്യാവിറ്റി ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇതാണ് എൻ്റെ ഒരു ഫിഗർ എന്ന് പറയുന്നത്. താഴെ കണ്ടോ, ക്യാവിറ്റി ഫോം ചെയ്യും. ഗ്രൗണ്ട് ലെവൽ, ടോപ്പ് സോയിൽ, ക്ലേ ലെയർ എല്ലാം നമുക്ക് കാണിച്ചിട്ടുണ്ട്. ക്യാവിറ്റി ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് മൂന്നാമത്തെ ടൈപ്പായ സ്ലോട്ടഡ് ടൈപ്പ് 2 എന്താണെന്ന് നോക്കാം. സ്ലോട്ടഡ് ടൈപ്പ് 2 നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മുടെ സഫീഷ്യൻറ്റ് ഡെപ്ത് ഓഫ് വാട്ടർ ബീയിങ് സ്ട്രാറ്റ ഈസ് നോട്ട് അവൈലബിൾ അപ് ടു എ ഡെപ്ത് 75 to 100 മീറ്റർ. ആ ഒരു ഡെപ്ത് വരെ നമുക്ക് വാട്ടർ ബീയിങ് സ്ട്രാറ്റ അവൈലബിൾ ആയിരിക്കില്ല. അവിടെ ആയിരിക്കും നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ സ്യൂട്ടബിൾ സ്ട്രോങ് റൂഫ് ഈസ് നോട്ട് അവൈലബിൾ. അതുപോലെ തന്നെ ക്യാവിറ്റി വെൽ കാനോട്ട് ബി ഫോംഡ്. ഇങ്ങനെ കുറച്ച് കണ്ടീഷനിലാണ് നമ്മൾ സ്ലോട്ടഡ് ടൈപ്പ് 2 യൂസ് ചെയ്യുന്നത്. ഇനി കുറച്ച് സച്ച് സർക്കംഫറൻസ് എടുത്താൽ ദ സ്ലോട്ടഡ് വെല്ല് നമ്മൾ എന്ത് ചെയ്യും, യൂസ് ചെയ്യും. അതൊരു പെനിട്രേറ്റ് എന്ത് ചെയ്യും, അവിടെ ഫോം ചെയ്യും. കുറച്ച് ഡെപ്തിൽ പെനിട്രേറ്റ് ഫോം ചെയ്യും. ഒരു വാട്ടർ ബിയറിംഗ് സ്ട്രാറ്റ കാണും. ഇനി എ സ്ലോട്ടഡ് 2 കൺസിസ്റ്റ്, ഇതിൽ തന്നെ എന്തുണ്ട്, എ സ്ലോട്ടഡ് 2 കൺസിസ്റ്റ് ഓഫ്. നമ്മുടെ സ്ലോട്ടഡ് 2 എന്തൊക്കെയുണ്ട്, സ്ലോട്ടഡ് 2 പെനിട്രേറ്റിംഗ് ദ കൺഫൈൻഡ് അക്യുഫർ. നമ്മുടെ കൺഫൈൻഡ് അക്യുഫറിലായിരിക്കും ആ ഒരു സ്ലോട്ട് നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. കൺഫൈൻഡ് അക്യുഫറിലാണ് നമ്മുടെ ഈ ഒരു സ്ലോട്ടഡ് 2 പെനിട്രേറ്റ് ചെയ്യുന്നത്. അപ്പം കൺഫൈൻഡ് അക്യുഫറിൽ ഫസ്റ്റ് കേസിംഗ് പൈപ്പ് എന്ന് പറയുന്നത് 36 മീറ്റർ ഡയാണ്. ഫസ്റ്റ് കേസിംഗ് ഓഫ് പൈപ്പിൻ എന്ന് പറയുന്നത് അത് ഇൻസേർട്ട് ചെയ്യും. ഇനി പെർഫോറേറ്റഡ് പൈപ്പ് ഈസ് ദെൻ ലോവേർഡ് ആയിരിക്കും. ഗ്രേവൽ നമ്മൾ പ്ലേസ് ചെയ്യും അല്ലെങ്കിൽ പോർ ചെയ്യും ഇൻ ബിറ്റ്വീൻ പൈപ്പ് ആൻഡ് കേസിംഗ്. കേസിംഗ് റിമൂവ്ഡ് ആയിരിക്കും. കേസിങ്ങിൻ്റെയും റിമൂവ്ഡ് ലേറ്റർ നമ്മൾ റിമൂവ് ചെയ്യും. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യും, ഒരു പൈപ്പ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ഡ്യൂ ടു പ്രൊവിഷൻസ് ഓഫ് ഗ്രേവൽ എ ലാർജ് ഏരിയ ഓഫ് റേഡിയൽ ഫ്ലോ ഈസ് ഒബ്റ്റെയിൻഡ്. ഈ ഒരു ഗ്രേവലിൽ നമ്മൾ എന്തിനാണ്, നമുക്ക് ഒരു ലാർജ് ഏരിയ ഓഫ് റേഡിയൽ ഫ്ലോ ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ലോട്ടഡ് ടൈപ്പ് 2 എന്ന് പറയുന്നത്. ഓക്കെ, ഇത് യൂസ് ചെയ്യുന്ന കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ എവിടെയായിരിക്കും ഇത് കൺസിസ്റ്റ് ചെയ്യുന്നത്, നമ്മുടെ കൺഫൈൻഡ് അക്യുഫറിലായിരിക്കും കൺസിസ്റ്റ് ചെയ്യുന്നത്. കേസിംഗ് പൈപ്പ് ഉണ്ട്. കേസിംഗ് പൈപ്പ് ഇവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 36 മീറ്ററാണ്. അതുപോലെ തന്നെ നമ്മുടെ പൈപ്പ് പിന്നെ ഗ്രേവൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ബിറ്റ്വീൻ പൈപ്പ്സ് ആൻഡ് കേസിംഗ് ഈസ് റിമൂവ്ഡ്. അതിൻ്റെ ബ്രാക്കറ്റിൽ കൊടുത്തത് റിമൂവ്ഡ് ലേറ്റ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഗ്രേവൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗ്രേവൽ പ്ലേസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്തിനായിരിക്കും, ലാർജ് ഏരിയ ഓഫ് റേഡിയൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പൈപ്പിനെ നമ്മൾ ഓൾസോ എഡ്യൂക്കേഷൻ പൈപ്പ് എന്നും പറയും. ഓക്കെ, പൈപ്പിനെ നമ്മൾ എഡ്യൂക്കേഷൻ പൈപ്പ് എന്നും പറയും. ഓക്കെ, ഇതാണ് നമ്മുടെ 2 ടൈപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി പാർട്ടാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒരു പ്രോബ്ലമാണ്, നമുക്ക് എന്താണെന്ന് നോക്കാം. എ 30 cm dia well penetrate 20 meter below the static water table after 20 hours of pumping at the rate of 4000 liter per meter. Water level in the test well is 85 meter away from the main well is lowered by 0.48 meter and test well 35 meter away from the main well. The drawdown is 1 meter. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ട്രാൻസ്മിസിബിലിറ്റി കണ്ടുപിടിക്കുക. ഓൾസോ ഡിറ്റർമിൻ ഡ്രോഡൗൺ ഓഫ് ദ മെയിൻ വെൽ. 6 മാർക്കിനാണ് ചോദിച്ചിരിക്കുന്നത്. മെയ് 2019 ചോദിച്ചത്. നമുക്കതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, നമുക്കതിൻ്റെ ഫിഗർ ഒന്ന് നോക്കാം. നമുക്ക് ക്യൂ തന്നിട്ടുണ്ട് 40,000 ആണ്. 40,000 ലിറ്റർ പെർ മിനിറ്റ്. S1 H എല്ലാത്തിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് ക്യൂ എന്ന് പറയുന്നത് 4000 ലിറ്റർ പെർ മിനിറ്റ് ആണ്. അതിന് നമ്മൾ മീറ്റർ ക്യൂബ് പെർ സെക്കൻഡിലോട്ടാക്കാൻ ഇൻറ്റു 10⁻³ ചെയ്യണം. അപ്പോൾ 4000 ഇൻറ്റു 10⁻³ ചെയ്യണം. നമുക്ക് 0.06 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്ന് കിട്ടും. ഇനി നമുക്ക് ഇതിന് H2ൻ്റെ വാല്യൂ, ഈ ഫിഗറിൽ നമുക്ക് H2ൻ്റെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ക്യാപിറ്റൽ H മൈനസ് S2 ചെയ്ത് നമുക്ക്
H2ൻ്റെ വാല്യൂ കിട്ടും. അതായത് ക്യാപിറ്റൽ H എന്ന് പറയുന്നത് 20 ആണ്, H2 എന്ന് പറയുന്നത് 0.48 ആണ് നമുക്ക് തന്നിട്ടുണ്ട്. അത് നമ്മൾ ഡിഫറൻസ് ചെയ്യുമ്പോൾ 19.52 മീറ്റർ എന്ന് കിട്ടും. അതുപോലെ തന്നെ H1ൻ്റെത് H മൈനസ് S1 ചെയ്യണം. അപ്പോൾ 20 മൈനസ് 1 ആണ് നമുക്ക് S1ൻ്റെ വാല്യൂ തന്നിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ നമുക്ക് 19 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ഗിവൺ ഡേറ്റാസ് ആണ്. R2 എന്ന് പറയുന്നത് 85 മീറ്റർ, S2 എന്ന് പറയുന്നത് 0.48 മീറ്റർ, R1 എന്ന് പറയുന്നത് 35 മീറ്റർ, S1 എന്ന് പറയുന്നത് 1 മീറ്റർ, ക്യാപിറ്റൽ H 20 മീറ്റർ, D നമുക്ക് തന്നിട്ടുണ്ട് 30 സെൻറ്റിമീറ്റർ ഡയമീറ്റർ ആണ്. സെൻറ്റിമീറ്ററാണ് തന്നിട്ടുള്ളത്, മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം 0.3 മീറ്റർ. അപ്പോൾ നമുക്ക് R is equal to 0.3/2 0.15 മീറ്റർ എന്ന് കിട്ടും. ഇനി നമുക്ക് ട്രാൻസ്മിസിബിലിറ്റി ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ട്രാൻസ്മിസിബിലിറ്റി T is equal to K into H. അപ്പോൾ അതിന് മുന്നേ നമ്മൾ Qൻ്റെ വാല്യൂ കാണണം. Qൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 1.36 K into H2 സ്ക്വയർ മൈനസ് H1 സ്ക്വയർ ബൈ ലോഗിറ്റൻ R2/R1. ഇതിൽ തന്നിട്ടുള്ള എല്ലാ വാല്യൂസും നമ്മുടെ കയ്യിലുണ്ട്. Qൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് അല്ലേ, നമ്മളത് കൺവേർട്ട് ചെയ്ത് പോയിൻറ്റ് ഇതാ കണ്ടുപിടിച്ചിട്ടുണ്ട് 0.06 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ് എന്നത്. അപ്പോൾ Qൻ്റെ വാല്യൂ ഇതിനകത്തുന്നുണ്ട്. ഓക്കെ, Qൻ്റെ വാല്യൂ ഉണ്ട് 1.36. Kയുടെ വാല്യൂ നമുക്കില്ല. ഓക്കെ, Kയുടെ വാല്യൂ ഇല്ല. H2ൻ്റെ വാല്യൂ ഉണ്ട്, H1ൻ്റെ വാല്യൂ ഉണ്ട്, ലോഗിറ്റൻ R2ൻ്റെ വാല്യൂ ഉണ്ട്, R1ൻ്റെ വാല്യൂ ഉണ്ട്. അപ്പോൾ നമുക്ക് അൺനോൺ ആയിട്ടുള്ളത് ഏതാണ്? K ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് Kയുടെ വാല്യൂ കണ്ടുപിടിച്ചിവിടെ. ഇതിൽ നിന്ന് നമ്മൾ Qൻ്റെ വാല്യൂ 0.06 ഈക്വൽ ടു 1.36 ഇൻറ്റു K ഇൻറ്റു H2 എന്ന് പറയുന്നത് നമ്മളിവിടെ കണ്ടുപിടിച്ചു 19.52. അതായത് H2 എന്ന് പറയുന്നത് 19.52, H1 എന്ന് പറയുന്നത് 19 മീറ്റർ. അത് നമ്മളിവിടെ കൊടുക്കണം. 19.52 സ്ക്വയർ മൈനസ് 19 മീറ്റർ ഡിവൈഡഡ് ബൈ ലോഗിറ്റൻ 85/31. R2ഉം R1ഉം 85ഉം 35 ആണ്. അതിൽ നമുക്ക് Kയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് Kയുടെ വാല്യൂ 8.48 ഇൻറ്റു 10⁻⁻⁴ എന്ന് കിട്ടും. ഇനി നമുക്ക് Q is equal to 1.36. അപ്പോൾ Qൻ്റെ വാല്യൂ നമുക്ക് ഇനി Q is equal to 1.36 K into H2 സ്ക്വയർ മൈനസ് H സ്ക്വയർ. H1-നൊക്കെ നമുക്ക് അവിടെ Hൻ്റെത് കൊടുക്കാം, R1/R2 കൊടുക്കാം. ഇതിന് നമുക്ക് എന്തിൻ്റെ വാല്യൂ കാണണം? Hൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. അപ്പം നമുക്ക് Hൻ്റെ വാല്യൂ കണ്ടുപിടിച്ചാൽ Sൻ്റെ വാല്യൂ ആണ് നമുക്ക് ഡ്രോ ഡൗൺ ആയിട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പം S is equal to ക്യാപിറ്റൽ H മൈനസ് സ്മോൾ h, ദാറ്റ് ഈസ് ക്യാപിറ്റൽ H നമുക്ക് 20 ആണെന്നറിയാം, H നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് കൊടുത്ത് കണ്ടുപിടിച്ച് 18.67, ദാറ്റ് ഈസ് 1.33. അപ്പം നമ്മുടെ ട്രാൻസ്മിസിബിലിറ്റി എന്ന് പറയുന്നത് T is equal to K into H, ദാറ്റ് ഈസ് K എന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ചില്ലേ 80 8.48 × 10⁻⁻⁴ ഇൻറ്റു H എന്ന് പറയുന്നത് നമ്മളിവിടെ ഓൾറെഡി നമുക്ക് ഉണ്ട് 20, ദാറ്റ് ഈസ് 0.01 മീറ്റർ ക്യൂബ് പെർ സെക്കൻഡ്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൽ എത്രയേ ഉള്ളൂ. താങ്ക് യു.